സ്വീറ്റ് ഹാർട്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ വീട്ടിലെ കുഞ്ഞു ഗാർഡനിലെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമ്മളുടെ ബ്യൂട്ടി ക്യൂനായ അഡീനത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അഡീനെ അടിപൊളിയായിട്ട് ഇപ്രാവശ്യം പൂവിട്ടിട്ടുണ്ട്. അറൗണ്ട് 12 to 13 ഇയേഴ്സ് ആയിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ്. പിന്നെ ഈ ഒരു ബൊഗൈൻ വില്ലയും അറൗണ്ട് 12 to 13 ഇയേഴ്സ് ആയിട്ടുണ്ട്. ഇതും നിറച്ചും പൂവിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളുടെ യെല്ലോ ബ്യൂട്ടി ക്യൂൻ കാറ്റ്സ് ക്ലൗ, ഇക്കൂട്ടത്തിൽ ഞാനാണ് ഏറ്റവും സുന്ദരി എന്ന് പറഞ്ഞ മതിലോട് ചേർന്ന് പുഞ്ചിരിച്ച് കിടപ്പുണ്ട്. ബട്ടർഫ്ലൈ ഹണിബിയൊക്കെ അതിനെ ചുറ്റിപ്പറ്റി തന്നെ നടപ്പുണ്ട് ഈ സമ്മറിൽ. പിന്നെ കുറേ റെഡ് റോസസ് ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ നാടൻ റെഡ് റോസ് വെറൈറ്റിയിൽ പെട്ടതാണ്. ഇതും എപ്പോഴും പൂവുണ്ടാവാറുണ്ട്. ഇതും കുറേ വർഷമായിട്ട് നമ്മുടെ കയ്യിലുള്ളതാണ്. റോസസ് എല്ലാം ഒരു സൈഡിലാണ് മാക്സിമം വെച്ചിരിക്കുന്നത്, കുറച്ച് മാത്രമേ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടുള്ളൂ. ഇതൊരു വൈറ്റ് കളർ റോസാണ്. ഇത് എപ്പോഴൊന്നും ഉണ്ടാവാറില്ല. ഉണ്ടാവുമ്പം ഇത് നിറച്ചും പൂവുണ്ടാവും. നല്ല ഭംഗിയാണ് കാണാൻ. പ്ലാസ്റ്റിക് ഫ്ലവർ പോലെ ഇരിക്കും. ഇത് നമ്മുടെ നോർമൽ നാടൻ പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് റോസാണ്. ഇത് റെഡ് റോസ് ഇങ്ങനെ നേരത്തെ കാണിച്ചത് തന്നെ പല ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വ്യത്യാസമുള്ള, എല്ലാം സെയിം ചെടിയൊന്നും അല്ല. പിന്നെ ഇത് മിൻറ്റ് ഞാൻ കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് എടുത്തതാണ്. പിന്നെ ഇത് ബട്ടൺ റോസാണ്. അപ്പുറത്തെ ഷെൽഫിൽ വെച്ചിരിക്കുന്നതാണ്. അടിപൊളിയാണ് കാണാൻ. ഉണ്ടാകുമ്പോൾ ഒത്തിരി പൂക്കളുണ്ടാവും. ഈ സമ്മറിൽ ഇതെല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പം ഞാനൊരു 3 days ഗ്യാപ്പിലെടുത്ത വീഡിയോസാണ്, 2 വീഡിയോ ആയിട്ട്. അപ്പം പൂക്കൾ പൂത്തതും മൊട്ടായിട്ട് നിൽക്കുന്ന എല്ലാം ഉണ്ട്. ഇത് നമ്മളുടെ പിങ്ക് റോസാണ്, ലൈറ്റ് പനിനീർ റോസ്. പിന്നെ ഞാൻ കുറേ വാടാമല്ലി വെച്ചിട്ടുണ്ട്. വാടാമല്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ കളർ കാണാനായിട്ട്. അപ്പം അതും ഇങ്ങനെ ഒരു സൈഡിൽ ഒത്തിരി നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ തമിഴ്നാട്ടിലെ മെയിൻ ഐറ്റം കനകാമ്പരം വെച്ചിട്ടുണ്ട്. കനകാമ്പരം ഇങ്ങനെ നമ്മളുടെ മുല്ല പിച്ചി പൂവിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കെട്ടാൻ ഭയങ്കര ഭംഗിയാണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ലീഫ് കണ്ടോ, നല്ല പ്ലാസ്റ്റിക് ലീഫ് പോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഗ്ലൗക്ക വെച്ചിട്ടുണ്ട്. ഗ്ലൗക്ക എന്ന് പറഞ്ഞാൽ അത്രയും എനിക്ക് സ്പെഷ്യലും ഭയങ്കര ഫേവറേറ്റുമാണ്. വിരിഞ്ഞാൽ നല്ല വെൽവെറ്റ് പ്ലാസ്റ്റിക് പൂവൊക്കെ പോലെ ഇരിക്കും, അത്രയും ഭംഗിയാണ്. പിന്നെ നമ്മളുടെ മരമുല്ലയാണിത്. മരമുല്ല ഒത്തിരി ഉണ്ടാവാറുണ്ട്. രാത്രിയൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ഇതിൻ്റെ മണം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. 2 ചട്ടിയാണ് മരമുല്ല വച്ചിരിക്കുന്നത്. ഇത് നമ്മളുടെ നോർമൽ ഗൊങ്ങിണി ചെടിയാണ്. ഗൊങ്ങിണിയിൽ പല കളർ ഒരുമിച്ച് നട്ടിക്കുകയാണ്, അപ്പോൾ പല കളർ ഉണ്ടാവും. പിന്നെ ഇത് നമ്മളുടെ ഡിഫറെൻറ്റ് കളേഴ്സ് എന്താണ് ബൊഗൈൻ വില്ല ഭയങ്കര രസമാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സുള്ള ബൊഗൈൻ വില്ല കാണാനായിട്ട്. ഇത് 2 കളേഴ്സ് ചേർത്ത് നട്ടിക്കുന്നതാണ്. അപ്പം 2 കളറായിട്ട് ഇങ്ങനെ വിരിയുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇത് എല്ലാ ബൊഗൈൻ വില്ല ഞാൻ ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. ഇത് നമ്മളുടെ വീട്ടിലുള്ള വേറൊരു യെല്ലോ ഫ്ലവറാണ്. ടെക്കോമ എന്ന് പറയും. സീസണലാണ്. യെല്ലോയും ഓറഞ്ചും കളറിലാണ് വരുന്നത്. പിന്നെ ഇത് വജന്ത കളർ ബൊഗൈൻ വില്ലയാണ്. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ കുറേ മുല്ലച്ചെടിയുണ്ട്. ഇതിൽ പൂത്തത് മാത്രമാണ് ഞാൻ കാണിക്കുന്നത്. പിച്ചയും മുല്ലയും പൂക്കാത്തത് വേറെ സൈഡിൽ മാറ്റി വെച്ചിരിക്കുകയാണ്. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്പലത്തിലൊക്കെ പോകുമ്പോൾ വയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ചോറ്റാനിക്കരയിലൊക്കെ കാണുന്ന ഒരു സൈസ് മുല്ലയാണ്. ഭയങ്കര മണമാണ്. പിന്നെ കുറേ ഇന്ത്യാറോട്ടം ബുഷസ് വെച്ചിട്ടുണ്ട്. അതും സീസണലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വളം എന്താണെന്നൊക്കെ ഉള്ള വേറെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.